നമസ്കാരം. മലയാള ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയ്ക്കുള്ളിൽ ചേരിപ്പോരും വിവാദങ്ങളും മുറുകുന്നതിനിടെ ശ്വേതാ മേനോനും സരയൂ മോഹനുമെതിരെ തുറന്നടിച്ച് നടി മായ വിശ്വനാഥ്. സംഘടനയ്ക്കുള്ളിൽ ഏറ്റവും വലിയ സൈലന്റ് കില്ലർ പോയിസൺ നടി സരയൂ മോഹനാണെന്ന ഗുരുതരമായ ആരോപണമാണ് നടി മായ വിശ്വനാഥ് ഉന്നയിച്ചത്. സി മലയാളം ചാനൽ നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് താരസംഘടനയെ പിടിച്ചുകുലുക്കുന്ന വെളിപ്പെടുത്തലുകളുമായി മായ വിശ്വനാഥ് രംഗത്തെത്തിയത്. സംഘടനയുടെ അതീവ രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ചോരുന്നതിനെക്കുറിച്ചും സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും ശ്വേതാ മേനോന്റെ ഇടപെടലുകളെക്കുറിച്ചും മായ തുറന്നടിച്ചു. ഒരു ജനപ്രതിനിധിയായ രമേശ് പിഷാരടിയെ ശ്വേതാ മേനോൻ പിഷു എന്ന് പ്രോട്ടോകോൾ ലംഘിച്ച അഭിസംബോധന ചെയ്തത് തികച്ചും മോശം പ്രവണതയാണെന്നും സുഹൃത്തുക്കൾ തമ്മിലുള്ള ആ സ്വകാര്യ ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിച്ചതിന് പിന്നിൽ വൃത്തികെട്ട മനസ്സാണെന്നും താരം കുറ്റപ്പെടുത്തി. ജഗദീഷ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതിലടക്കം ശ്വേതാ മേനോൻ അനാവശ്യ അജണ്ടകൾ നടപ്പിലാക്കിയതായി സംശയമുണ്ടെന്നും മായ വിശ്വനാഥ് ആരോപിച്ചു. താരസംഘടനയിലെ നിലവിലെ പ്രതിസന്ധികൾ മറികടക്കാൻ മുതിർന്നവർ മാറി നിന്ന് ധ്യാൻ ശ്രീനിവാസന്റെ നേതൃത്വത്തിൽ യുവാക്കൾ സംഘടന ഏറ്റെടുക്കണമെന്നും മായ വിശ്വനാഥ് ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ സൈലന്റ് കില്ലർ പോയിസൺ അത് സരയൂ മോഹൻ തന്നെയാണ്. ആ സത്യം സംഘടനയിലെ എല്ലാ അംഗങ്ങൾക്കും കൃത്യമായി അറിയാം. പക്ഷെ ആരും അത് തുറന്നു പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മുൻപ് കുടുംബസംഗമം ആരംഭിച്ച സമയത്ത് സരയൂ മോഹന്റെ ഭർത്താവിന് 2.5 ലക്ഷം രൂപയുടെ ഒരു ഓർഡർ കൊടുത്തിരുന്നു. അന്ന് ഞങ്ങളൊക്കെ ഇതിനെ ശക്തമായി ചോദ്യം ചെയ്തതാണ്. അമ്മ എന്ന് പറയുന്ന ഓർഗനൈസേഷനിലേക്ക് ഞാൻ വ്യക്തിപരമായി അയച്ച ഒരു ഇമെയിൽ എങ്ങനെയാണ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് ചോർന്നു കിട്ടിയത്? അങ്ങനെയാണെങ്കിൽ എൻ്റെ സംഘടനയെക്കുറിച്ച് എനിക്കിനി എന്ത് വിശ്വാസമാണുള്ളത്? അവിടെ നടക്കുന്ന എക്സിക്യൂട്ടീവ് മീറ്റിംഗിലെ പല തീരുമാനങ്ങളും ഭാരവാഹികൾ വീടുകളിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഓൺലൈൻ ചാനലുകൾ വാർത്തയാക്കുന്നു. പുറത്തുനിന്നുള്ള ആരും ഈ യോഗങ്ങളിൽ പങ്കെടുക്കുന്നില്ലല്ലോ. അപ്പോൾ അകത്തു പറയേണ്ട കാര്യങ്ങൾ എന്തിനാണിവർ ഒരു ഓൺലൈൻ ചാനൽ വഴി പുറം ലോകത്തെ അറിയിക്കുന്നത്? മറ്റുള്ളവരെ കൊണ്ട് നമ്മളെക്കുറിച്ച് പറയിപ്പിക്കുന്നത് എന്തിനാണ്? അമ്മ എന്ന് പറയുന്നത് വെറും ഒരു കൂട്ടായ്മയല്ല. അതിൽ ഒട്ടനവധി അമ്മമാരുണ്ട്. ഒരു നേരത്തെ മരുന്ന് വാങ്ങാനും ആഹാരത്തിനും ബുദ്ധിമുട്ടുന്നവർ, അസുഖം വന്നാൽ ഇൻഷുറൻസ് പരിരക്ഷ ആവശ്യമുള്ളവർ, അവർക്കൊക്കെ വേണ്ടിയാണ് ഇത് തുടങ്ങിയത്. നമ്മുടെ പ്രസിഡന്റായിരുന്ന ഇന്നസെന്റ് അങ്കിളും ഇടവേള ബാബുചേട്ടനും ലാലേട്ടനും മമ്മൂക്കയും അടങ്ങുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഇതിനായി ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. അന്ന് ആത്മാർത്ഥമായി കഷ്ടപ്പെട്ടവരുടെ പ്രയത്നമൊക്കെ ഇന്ന് എവിടെ പോയി? ഞാനും മാലാ പാർവതിയും അവരെ അശ്ലീലം പറഞ്ഞു എന്നാണ് ഇപ്പോൾ അവർ പ്രചരിപ്പിക്കുന്നത്. ഞാൻ അവിടെ സംസാരിക്കാൻ കാരണം സ്ത്രീത്വത്തെ ഒരു ആയുധമായി ഉപയോഗിക്കരുത് എന്ന് ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞതാണ്. ആ വീഡിയോയോ ഓഡിയോയോ അവരുടെ കയ്യിലുണ്ടെന്നാണ് അവർ പറയുന്നതെങ്കിൽ അവർ അത് പുറത്തുവിടട്ടെ. അതോടൊപ്പം കണക്കുകൾ കൃത്യമായി കാണിക്കൂ എന്ന് ഞാൻ ആവശ്യപ്പെട്ടു. ഈ പറഞ്ഞതാണ് അശ്ലീലം? ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഒരു കാര്യം ചോദിച്ചാൽ അത് അശ്ലീലമാകുമോ? അതാണ് എനിക്കറിയേണ്ടത്. യഥാർത്ഥത്തിൽ അവരാണ് ഈ കമ്മിറ്റിയിൽ മോശം പദപ്രയോഗങ്ങൾ നടത്തുന്നത്. കമ്മിറ്റിയിലുള്ളൊരു വ്യക്തി തന്നെ സാക്ഷ്യപ്പെടുത്തിയത് അവർ ഏറ്റവും കൂടുതൽ അശ്ലീല പദങ്ങൾ ഉപയോഗിക്കാറുണ്ടെന്നാണ്. മുൻപ് ഒരു പ്രമുഖ നടൻ ഇടപെട്ട് അവരെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ച സംഭവം വരെ ഉണ്ടായതായും ഇവർ പറയുന്നു. ശ്വേതാ മേനോനും രമേശ് പിഷാരടിയും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്തു വന്നതിനെക്കുറിച്ചും ഇവർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. എന്ത് മോശമാണത്! ഒരു ജനപ്രതിനിധിയെ, ഒരു MLA ശ്വേതാ മേനോൻ അഭിസംബോധന ചെയ്യുന്ന രീതി നമ്മൾ കേട്ടതാണ്. പിഷു പിഷു എന്നാണ് വിളിക്കുന്നത്. ഞാനൊക്കെ രമേശ് പിഷാരടി എന്ന് പറയുന്ന MLA യുടെ കൂടെ നിൽക്കുന്ന ആളാണ്. പാലക്കാട് നിന്ന് ജനവിശ്വാസം നേടി നല്ല ഭൂരിപക്ഷത്തോടെ വിജയിച്ച ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹം. അപ്പോൾ ആർക്കൊക്കെയോ അതിലൊരു അസഹിഷ്ണുത തോന്നുന്നുണ്ടെന്ന് എനിക്കിപ്പോൾ വ്യക്തമാകുന്നുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം സംസാരിച്ച കാര്യങ്ങൾ രഹസ്യമായി റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാൻ മാത്രം എത്ര വൃത്തികെട്ട മനസ്സുള്ളവരായിരിക്കും അതിനു മുന്നിൽ പ്രവർത്തിച്ചത്? രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുമ്പോൾ പലതും പറയും. ശരിയാണെന്നാൽ ഒരു MLA പിഷു എന്ന് വിളിച്ച് അത് ഒട്ടും ശരിയല്ല. പ്രോട്ടോകോൾ അനുസരിച്ച് ഒന്നെങ്കിൽ MLA എന്നോ അല്ലെങ്കിൽ സർ എന്നോ വിളിക്കാം. ശ്വേത ചേച്ചി അങ്ങനെ വിളിച്ചിട്ട് പോലും അദ്ദേഹം അത് തിരുത്താൻ പോയില്ല. ഇവിടെയാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ആരെയൊക്കെയോ എവിടെയൊക്കെയോ നിർത്തണമോ അവിടെ തന്നെ നിർത്തണം. അർഹിക്കുന്ന അതിർവരമ്പുകൾ നിർത്തിയില്ലെങ്കിൽ അത് നമുക്ക് തന്നെ തിരിച്ചടിയാകുമെന്നും തുടർന്നുള്ള അഭിമുഖത്തിൽ ഇവർ സംസാരിക്കുന്നുണ്ട്.